1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജൻ ആരായിരുന്നു? എ. നാനാ സാഹിബ്, ബി. താന്തിയ തോപ്പി, സി. ബഹദൂർ ഷാ രണ്ടാമൻ, ഡി. മൗലവി അഹമ്മദുള്ള. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജൻ ആരായിരുന്നു? ഉത്തരം സി. ബഹദൂർ ഷാ രണ്ടാമൻ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗൾ വംശജൻ ബഹദൂർ ഷാ രണ്ടാമൻ. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരായിരുന്നു? എ. രമേശ് ചന്ദ്രദത്ത്, ബി. ഗോപാലകൃഷ്ണൻ ഗോഖലെ, സി. മഹാത്മാഗാന്ധി, ഡി. ദാദാഭായ് നവറോജി. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരായിരുന്നു? ഉത്തരം ഡി. ദാദാഭായ് നവറോജി. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജിയാണ്. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിൽ ആദ്യ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണ്? എ. കർണാടക, ബി. ഗുജറാത്ത്, സി. പഞ്ചാബ്, ഡി. ഹരിയാന. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക്സ് ആദ്യ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണ്? ഉത്തരം ഡി. ഹരിയാന. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക്സിൽ ആദ്യ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണ്? ഹരിയാന. കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര്? എ. ചട്ടമ്പി സ്വാമികൾ, ബി. ശ്രീനാരായണ ഗുരു, സി. ഭട്ടതിരിപ്പാട്, ഡി. പണ്ഡിറ്റ് കറുപ്പൻ. കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം വി. ടി. ഭട്ടതിരിപ്പാട്. കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് വി. ടി. ഭട്ടതിരിപ്പാട്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി എന്ത്? എ. ശരണ്യ പദ്ധതി, ബി. സ്നേഹസ്വാന്തനം, സി. സ്നേഹസ്പർശം, ഡി. താലോലം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി എന്ത്? ഉത്തരം ബി. സ്നേഹസ്വാന്തനം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി എന്ത്? ഉത്തരം ബി. സ്നേഹസ്വാന്തനം. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി എന്ത്? എ. നാടൻ കളി, ബി. സൗഹൃദക്കൂട്ടം, സി. കേരള ഗ്രാമം, ഡി. കളിത്തട്ട്. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി എന്ത്? ഉത്തരം ഡി. കളിത്തട്ട്. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി എന്ത്? ഉത്തരം ഡി. കളിത്തട്ട്. 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏത്? എ. പൂവർ തിങ്സ്, ബി. ഓപ്പൺഹൈമർ, സി. അനാട്ടമി ഓഫ്, ഡി. വാർ ഈസ് ഓവർ. 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏത്? ഉത്തരം ബി. ഓപ്പൺഹൈമർ. 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഓപ്പൺഹൈമർ. കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാക്കുന്നത് ഏതു പാറ പൊടിച്ചാണ്? എ. ബസാൾട്ട്, ബി. മണൽ കല്ല്, സി. ലാറ്ററൈറ്റ്, ഡി. ഗ്രാനൈറ്റ്. കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാക്കുന്നത് ഏതു പാറ പൊടിച്ചാണ്? ഉത്തരം എ. ബസാൾട്ട്. കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാക്കുന്നത് ഏതു പാറ പൊടിച്ചാണ്? ഉത്തരം എ. ബസാൾട്ട്.
താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത് ഏത്? എ. നൈട്രജൻ, ബി. കാർബൺ ഡയോക്സൈഡ്, സി. ഓക്സിജൻ, ഡി. ഓസോൺ. താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത് ഏത്? ഉത്തരം ബി. കാർബൺ ഡയോക്സൈഡ്. താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത് ഏത്? ഉത്തരം കാർബൺ ഡയോക്സൈഡ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? എ. പുതുച്ചേരി, ബി. ഡൽഹി, സി. ദാമൻ ദിയു, ഡി. ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ഉത്തരം ഡി. ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ഉത്തരം ഡി. ലക്ഷദ്വീപ്. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം എത്ര? എ. 107, ബി. 87, സി. 117, ഡി. 97. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം എത്ര? ഉത്തരം എ. 107. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം 107. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? എ. മുത്തങ്ങ, ബി. പീച്ചി, സി. കോട്ടയം, ഡി. ചിമ്മിനി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ബി. പീച്ചി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ബി. പീച്ചി.